അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് ഇപ്പം അരി കഴുകി അടുപ്പിൽ വെക്കുകയാണ്. ഇത് ഞാനിപ്പം കുക്കറിൽ വെക്കണില്ല, ഇന്ന് ജസ്റ്റ് ഇങ്ങനെ തിളപ്പിച്ച് നമ്മൾ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. പിന്നെ നമ്മൾക്ക് ക്യാൻ ഫിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു അവിയൽ പരുവത്തിലൊരു തോരനോ അങ്ങനത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു തമിഴ്നാട് സ്റ്റൈലിൽ പുട്ടെന്ന് പറയും. ഇവർ ഈ സുറ മീൻ കൊണ്ടൊക്കെ ഉണ്ടാക്കണതാണ്. അപ്പോൾ ആ സ്റ്റൈലിൽ ഞാൻ ജസ്റ്റ് ഈ ട്യൂണ ഫിഷ് കൊണ്ട് ഉണ്ടാക്കണതാണ്. അപ്പം അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും അതുപോലെ പെരിഞ്ചീരകം ഇടുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ ചതച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ ഉപ്പ്, പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ഇടുന്നുണ്ട്. നന്നായിട്ട് ഇതെല്ലാം മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീനും കൂടി ഇടുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ഇത് കിട്ടിയതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. മുള്ളില്ലാത്ത മീൻ എടുക്കുന്നതാണ് നല്ലത്. അപ്പോഴത്തേക്ക് നമ്മുടെ അതേ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഉപ്പേരിയും കൂടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചേന എടുക്കുന്നുണ്ട്. നമ്മൾക്കിവിടെ ഫ്രഷ് ചേന അങ്ങനെ കിട്ടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രോസൺ ചേന എടുക്കണം. അതിന് ഞാൻ ഒന്ന് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കിടക്കുക. ഒരുപാട് വലുതല്ല, എങ്കിലും ഉപ്പേരിക്ക് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കാമെന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ കുഞ്ഞുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്ത് മുരിങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുരിങ്ങയില കിട്ടിയപ്പം ഞാൻ ഓർത്തു ഇത്തവണ ഒന്ന് പരിപ്പിടാതെ വെക്കാമെന്ന്. തേങ്ങയിലോട്ട് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, അതുപോലെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കടുകും വറ്റൽമുളകും അതുപോലെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിതിലോട്ട് മുരിങ്ങ ചേർക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. മുരിങ്ങയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾക്ക് അരപ്പ് ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ആ പച്ചമണമൊക്കെ മാറുമല്ലോ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്, കളർഫുള്ളായിട്ടുണ്ടല്ലോ. ചുവപ്പ് ചട്ടിയിൽ മഞ്ഞ ചാറും അതുപോലെ പച്ച ഇലകളായിട്ട്. അപ്പോൾ എന്തായാലും കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചേന വെന്തു, അപ്പോൾ അതൊന്ന് ഉപ്പേരിയാക്കി എടുക്കുകയാണ്. പിന്നെ വെണ്ടയ്ക്ക വറ്റലും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊക്കെ റെഡിയായി. ചോറും ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ മീൻ, അതുപോലെ തന്നെ മുരിങ്ങയുടെ കറിയും. അപ്പോൾ ഇനി നമ്മൾക്ക് എന്തായാലും ഊണ് വിളമ്പാം. അപ്പം അച്ചാറുണ്ട്. ഇത് നമ്മുടെ ഇരുമ്പാമ്പുളിയുടെ അച്ചാർ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക വറുത്തതും അതുപോലെ ചേനുപ്പേരിയും നമ്മുടെ മീനവയിലും അതുപോലെ ചോറ്, നല്ല മട്ടേരിയുടെ ചോറാണ്. അതിലോട്ട് മുരിങ്ങക്കറിയും കൂടിയിട്ട് ഒഴിച്ച് നമ്മൾക്ക് കഴിക്കാം. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഉച്ചയൂണാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.